100 വർഷം പൂർത്തിയാക്കിയ ഒരു സഭയാണല്ലോ. അപ്പോൾ അതിനുശേഷം പ്രത്യേകിച്ച് രൂപതയാണല്ലോ. അപ്പോൾ അതിരൂപത പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നതോടുകൂടി കോഴിക്കോട്ടുള്ള വിശ്വാസികൾക്കും ഈ ഈസ്റ്റർ കാലം, ഈ ഓശാന ഞായർ വളരെ അവിസ്മരണീയമായിരിക്കുമെന്നത് ഉറപ്പാണ്. മാത്രമല്ല, അങ്ങയുടെ വ്യക്തിജീവിതത്തിലും ഒരു ബിഷപ്പ് എന്ന നിലയിൽ, വൈദികൻ എന്ന നിലയിൽ ഞാൻ അങ്ങയുടെ ലഘുചരിത്രം പരിശോധിച്ചപ്പോഴാണ്, ദീർഘമായ ചരിത്രമാണ്, അങ്ങയ്ക്ക് ചരിത്രത്തിലും അതേപോലെ വൈദിക പഠനത്തിലും ഒക്കെ ബിരുദാനന്തര ബിരുദവും അക്കാദമിക്കായിട്ടുള്ള സാന്നിധ്യവും ഒക്കെയുണ്ട്. ഇപ്പോൾ ആർച്ച് ബിഷപ്പായിട്ട് വരുന്ന സമയത്ത് എന്താണ് ശരിക്കും അങ്ങയുടെ മനസ്സിൽ ഉള്ളത്, തോന്നുന്നത് എന്താണ്? കാരണം ജീവിതത്തിലെ പല ഘട്ടങ്ങളിലൂടെയാണല്ലോ, ലളിതമായി തുടങ്ങി ഇപ്പോൾ ഒരു അതിരൂപതയുടെ മെത്രോപ്പൊലിത്തയായി ആർച്ച് ബിഷപ്പായിട്ട് വരുന്നു. അപ്പോൾ ജീവിതത്തിലെ ഈ മാറ്റങ്ങളെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത് ഡോക്ടർ വർഗീസ് ശ്രീകാലയ്ക്കൽ? ഈ മാറ്റങ്ങളൊക്കെ ഞാൻ കാണുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളായിട്ടാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എന്നെ സഹായിക്കുന്ന, എന്നെ കെയർ ചെയ്യുന്ന ധാരാളം പേര് ഈ ലോകത്തിലുണ്ട് എന്നുള്ളൊരു അറിവിലേക്ക് എന്നെ അത് കൊണ്ടുപോവുകയാണ്. അതെന്നെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം, ഞാൻ എളിമയോടുകൂടി വിനയത്തോടുകൂടി ജീവിക്കണമെന്നുള്ളതാണ്.